സൗന്ദര്യത്തിൻ്റെ ദേവത എന്ന് വേണമെങ്കിൽ പറയാം സൗന്ദര്യനെ. ആ നടി മരിച്ചിട്ട് ഇപ്പോൾ 20 കൊല്ലമായി. ഞാൻ സൗന്ദര്യനെ ഒരു തൃശ്ശൂർ വെച്ചാണ് ഞാൻ പരിചയപ്പെടുന്നതും കാണുന്നതും. ഒരു 2-4 ദിവസം ഞങ്ങൾ ദിവസം കണ്ടു തുടങ്ങും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിങ് കൂടുതൽ കോയമ്പത്തൂരാണ്. കുറച്ച് ഭാഗങ്ങൾ ഇവിടെ തൃശ്ശൂരുണ്ടായിരുന്നു. തൃശ്ശൂർ ഒരു പാട്ടിൻ്റെ സീനൊക്കെ തൃശ്ശൂർ അടുത്തത് ഇവിടെ ഒരു ഹാളിൽ നടന്ന ഷൂട്ടിങ്. അപ്പോൾ അവിടെ നമ്മൾ ഷൂട്ടിങ്ങിലൊരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ സൗന്ദര്യനെ നമ്മളന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നെടുമുടിയിലൊക്കെ വീട് എടുത്തത് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സൗന്ദര്യനെ അറിയാം. നല്ല മിടുക്കി കോച്ചാണ്. എന്ത് കിഴക്കാമ്പട്ടി പോലെ ഇങ്ങനെ ഊട്ടി നടന്ന് ജയറാമിനോടൊക്കെ എപ്പോഴും ഇങ്ങനെ കളിതമാശ പറഞ്ഞ് സത്യനന്ദിമാനോട് കളിതമാശ പറഞ്ഞ് നടക്കുന്ന ഒരു സുന്ദരിയായുള്ള ഒരു ചിത്രശലഭം വേണമെങ്കിൽ എന്ന് പറയാം. അങ്ങനെ അതിനെ വിശേഷിപ്പിക്കാം. അങ്ങനത്തെ ഒരു നടിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, ഒരു എന്തെങ്കിലും ഒന്ന് നുള്ളിക്കളയാൻ ശരീരത്തിലില്ല. എല്ലാം പെർഫെക്റ്റായിട്ട് ദൈവം വെച്ച് കൊടുത്തുള്ളത്. ഒന്ന് നുള്ളിക്കളയാൻ പോലും ഇല്ലാത്തൊരു സൗന്ദര്യത്തിനുടമയാണ് ആയിരുന്നു സൗന്ദര്യം. പക്ഷെ എന്ത് ചെയ്യാം, ഒരു അപകടത്തിൽ പ്ലെയിൻ ക്രാഷിൽ അത് മരിച്ചു. അപ്പോൾ ചിലർക്കൊക്കെ സമയം അത്രേ ഉള്ളൂ. രാഷ്ട്രീയത്തിലേക്ക് വന്നാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് തോന്നുന്നുണ്ട്. അതിലും ഭയങ്കര ദുരൂഹതയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇതൊന്നല്ല നമ്മൾ പറയണത്. ഈ സൗന്ദര്യയുടെ ഭർത്താവ് രഘു എന്നാണ് പേര്. ഇവർ കോളേജ് തൊട്ടേ പ്രേമത്തിലാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും, അയാളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. രണ്ടുപേരും 2 വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. അതിന് ഇയാൾക്ക് രഘുവിന് ഒരു വിഷമവും ഇല്ല. സിനിമയിലാണെച്ചാൽ സിനിമയിൽ പൊക്കോ, രാഷ്ട്രീയത്തിലാണെച്ചാൽ രാഷ്ട്രീയത്തിൽ പൊക്കോ, ഒരു പ്രശ്നമില്ല. ഇവർ നല്ല അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിക്കുന്ന അസലൊരു കപ്പിളാണ്. അതെന്താണ്, സിനിമയിൽ വന്നിട്ടല്ല പ്രേമിച്ചത്, അതിന് മുമ്പേ പ്രേമാർന്നവർ. വീട്ടുകാരെ കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് അധിക കാലം നിന്നില്ല. അതാണ് 1 കൊല്ലത്തിനുള്ളിൽ സൗന്ദര്യം മരിക്കുക. അപ്പോൾ അങ്ങേർക്കുണ്ടാവുന്ന ഒരു വിഷമം, സങ്കടം. അദ്ദേഹം ആ വിഷമത്തിലും സങ്കടത്തിലും കുറേ കാലം, കുറേ കൊല്ലങ്ങളോളം സൗന്ദര്യയുടെ ഓർമ്മയിൽ ജീവിച്ചു എന്നുള്ളതാണ്. അയാളുടെ ജോലി ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. അയാളോട് കുടുംബക്കാർ പറഞ്ഞു, നീ ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് ഭ്രാന്ത് പിടിക്കും, നീ വേറെ നീ പെൺകുട്ടികളെ കല്യാണം കഴിക്കും, വേറെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ച ഒരാളാണ് ഈ രഘു എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ കുറേ നിർബന്ധം കൂടിയപ്പോൾ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചപ്പോൾ അതിലൊരു കുട്ടിയുണ്ട്. 2 കുട്ടികളുണ്ട് ഇപ്പോൾ രഘുവിന്. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതം മാറി മാറിയാണ് നോക്കിയേ. അപ്പോൾ അതാണ് ഓരോ സമയത്താകുമ്പോൾ ഓരോരുത്തരെ ദൈവം അങ്ങോട്ട് വിളിക്കും. സൗന്ദര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, തമിഴിൽ അഭിനയിച്ചിട്ടുണ്ട്, തെലുങ്കിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിനയിക്കാത്ത ഭാഷകളൊന്നുമില്ല. കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പടങ്ങളിൽ മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജയറാമിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രിയദാസിൻ്റെ പടത്തിൽ നല്ല റോളല്ല അഭിനയിച്ചു പോണതിൽ. അതുപോലെ പ്രിയദാസിൻ്റെ പടത്തിൽ അങ്ങനെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു നടിയാണ്. അത് മലയാളികൾക്ക് വലിയൊരു നഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മളെക്കാളും വലിയ നഷ്ടമാണ് ആ ഭർത്താവിനുണ്ടായത്. അദ്ദേഹം 18 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണം കഴിച്ചത്. അപ്പോൾ അയാളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സുന്ദരികളായ ചിത്രശലഭം പോലെയുള്ള കിലുക്കാമ്പറ്റികളായുള്ള നടികൾ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.